ഓർമ്മയുണ്ടോ ആ ശബ്ദം? രണ്ട് കൈകൾ തമ്മിൽ കോർത്തുപിടിക്കുന്ന ആ ലോഗോ. ലോകത്തിലെ പാതി ജനങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചത് ആ ലോഗോ കണ്ടുകൊണ്ടാണ്. കയ്യിൽ നിന്ന് താഴെ വീണാലും തറ പൊട്ടുമെന്നല്ലാതെ ഫോണിനൊന്നും സംഭവിക്കാത്ത, ഒരാഴ്ച വരെ ചാർജ് നിൽക്കുന്ന നമ്മുടെ സ്വന്തം നോക്കിയ. മൊബൈൽ ഫോൺ എന്നതിലുപരി അതൊരു വികാരമായിരുന്നു. പക്ഷേ ലോകം മുഴുവൻ അടക്കിവാണ ആ രാജാവിന് പിന്നീട് എന്തു സംഭവിച്ചു? എങ്ങനെയാണ് ആ വലിയ സാമ്രാജ്യം ഒറ്റയടിക്ക് തകർന്നു വീണത്? അതിലും വലിയ ചോദ്യം, മരിച്ചെന്ന് എല്ലാവരും കരുതിയ ആ രാജാവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പം എല്ലാവർക്കും കഥ ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ നല്ല കണ്ടന്റുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1990കളുടെ അവസാനം മുതൽ 2007 വരെ മൊബൈൽ വിപണിയിൽ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ: നോക്കിയ. ഫിൻലാൻഡ് എന്ന ചെറിയ രാജ്യത്തു നിന്ന് വന്ന ഈ കമ്പനി ലോക മൊബൈൽ വിപണിയുടെ 50% ഒറ്റയ്ക്ക് അടക്കിവാണത്. നോക്കിയ 3310, നോക്കിയ 1100, അതുപോലെ എൻ സീരീസ് ഫോണുകൾ. ഇതൊക്കെ അന്ന് ആളുകളുടെ സ്റ്റാറ്റസ് സിംബലായിരുന്നു. അന്ന് സാംസങ്ങും മോട്ടറോളയും ഒക്കെ വിപണിയിലുണ്ടായിരുന്നെങ്കിലും നോക്കിയയുടെ പകുതി പോലും അവർക്ക് വളരാൻ കഴിഞ്ഞില്ല. എല്ലാം ഗംഭീരമായി പോവുകയായിരുന്നു. പക്ഷേ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു അബദ്ധം പറ്റി. അവർ മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. 2007 ജനുവരി 9, സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ ആദ്യത്തെ ഐഫോൺ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. കീപാഡ് ഇല്ലാത്ത, വിരൽത്തുമ്പുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ടച്ച് സ്ക്രീൻ ഫോൺ. പക്ഷേ നോക്കിയ അന്നത് കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ടച്ച് സ്ക്രീൻ ഫോണുകൾ വെറും ഫാഷൻ മാത്രമാണ്, അത് അധികകാലം നിൽക്കില്ല. ഇതായിരുന്നു അവരുടെ ചിന്ത. തങ്ങളുടെ സിംബിയൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ലോകം ഭരിക്കുമെന്ന് അവർ അഹങ്കരിച്ചു. തൊട്ടു പിന്നാലെ ഗൂഗിൾ ആൻഡ്രോയിഡുമായി വിപണിയിലെത്തി. സാംസങ്ങും HTCയും ആൻഡ്രോയിഡിലേക്ക് മാറിയപ്പോഴും നോക്കിയ തങ്ങളുടെ പഴയ സിസ്റ്റത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നു. മനസ്സിലാക്കാൻ അവർ വൈകിപ്പോയിരുന്നു. ആളുകൾക്ക് വേണ്ടത് വെറുമൊരു ഫോണായിരുന്നില്ല, ഇന്റർനെറ്റും ആപ്പുകളുമുള്ള ഒരു ചെറിയ കമ്പ്യൂട്ടറായിരുന്നു. തകർച്ച മുന്നിൽ കണ്ട നോക്കിയ ഒരു രക്ഷകനെ തേടി. അങ്ങനെ സ്റ്റീഫൻ എലോപ്പ് എന്നൊരാൾ നോക്കിയയുടെ CEO ആയി വരുന്നു. ആൻഡ്രോയിഡ് സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം മൈക്രോസോഫ്റ്റുമായി കൂട്ടുകൂടി. അങ്ങനെ ലൂമിയ സീരീസ് ഫോണുകൾ വിപണിയിലെത്തി. ക്യാമറയും ഡിസൈനും ഗംഭീരമായിരുന്നെങ്കിലും അതിൽ ആപ്പുകൾ ഉണ്ടായിരുന്നില്ല. വാട്സാപ്പും യൂട്യൂബും ഇല്ലാത്ത ഒരു ഫോൺ ആര് വാങ്ങാൻ? അവസാനം 2014 നോക്കിയ എന്ന ബ്രാൻഡ് തന്നെ മൈക്രോസോഫ്റ്റ് വിലയ്ക്ക് വാങ്ങി. ഒരു കാലത്ത് ലോകം ഭരിച്ച രാജാവ് അങ്ങനെ സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ട് ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു. മൈക്രോസോഫ്റ്റ് പിന്നീട് ആ ഫോണുകളിൽ നിന്ന് നോക്കിയ എന്ന പേര് മാറ്റിവെച്ചു. കഥ അവിടെ കഴിഞ്ഞു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. മൈക്രോസോഫ്റ്റിൽ നിന്ന് നോക്കിയയുടെ പഴയ ജോലിക്കാർ തന്നെ ചേർന്ന് HMD ഗ്ലോബൽ എന്നൊരു പുതിയ കമ്പനി തുടങ്ങി. അവർ നോക്കിയയുടെ അവകാശം തിരികെ വാങ്ങി. ആദ്യം അവർ ചെയ്തത് എന്താണെന്നോ? നമ്മുടെ പഴയ നോക്കിയ 3310 പുതിയ രൂപത്തിൽ വീണ്ടും ഇറക്കി. നൊസ്റ്റാൾജിയ അഥവാ ഗൃഹാതുരത്വം എന്ന ഒറ്റ വികാരം കൊണ്ട് അവർ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. പിന്നാലെ അവർ ആൻഡ്രോയിഡ് ഫോണുകളുമായി വിപണിയിൽ സജീവമായി. പക്ഷേ ഏറ്റവും വലിയ തിരിച്ചുവരവ് ഇതല്ല. ഫോൺ വിപണിയിൽ തകർന്നപ്പോൾ യഥാർത്ഥ നോക്കിയ കോർപ്പറേഷൻ തങ്ങളുടെ ശ്രദ്ധ മാറ്റിയത് ടെലികോം നെറ്റ്വർക്കുകളിലേക്കാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 4G, 5G നെറ്റ്വർക്കുകളുടെ പകുതിയിലധികം ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് മറ്റാരുമല്ല, അത് നോക്കിയയാണ്. ഏകദേശം 60 വർഷമായി അവർ ഉപയോഗിച്ചിരുന്ന ആ പഴയ ലോഗോ മാറ്റി പുതിയൊരു ലോഗോയുമായി നോക്കിയ ഇപ്പോൾ ടെക് ലോകത്തെ സൈലന്റ് കില്ലറായി മാറിക്കഴിഞ്ഞു. ചന്ദ്രനിൽ വരെ 4G ഇന്റർനെറ്റ് എത്തിക്കാനുള്ള കരാർ നാസ നൽകിയിരിക്കുന്നത് നോക്കിയയ്ക്കാണ്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഇപ്പോൾ അവർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. കേടായാൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ശരിയാക്കാൻ കഴിയുന്ന റിപ്പയറബിൾ ഫോണുകൾ ഇറക്കി അവർ വീണ്ടും വിപണി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കിയയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. മാറ്റങ്ങളെ അംഗീകരിക്കാൻ മടിച്ചാൽ എത്ര വലിയ സാമ്രാജ്യവും തകർന്നു വീഴും. പക്ഷേ വീണിടത്ത് നിന്ന് പഠിച്ച പാഠങ്ങളുമായി എഴുന്നേറ്റ് നിന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്താനും സാധിക്കും. രാജാവ് മരിച്ചിട്ടില്ല, അവൻ മറ്റൊരു യുദ്ധക്കളത്തിൽ സാമ്രാജ്യം പണിയുകയാണ്.